ഹായ്, എല്ലാവർക്കും രാക്കാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചമ്പുളിയാണ്. അപ്പോൾ ഇഞ്ചമ്പുളി എന്നും പറയും, പുളിഞ്ചി എന്നും പറയട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇത് നമ്മൾ കുറച്ച് പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പം കുതിർന്നുണ്ടോ എന്ന് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 വറ്റൽമുളക്, അത് വറ്റൽമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കൂട്ടിക്കിടാട്ടോ. 2 തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ള ചൂനമുളകാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതൊരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുളി എല്ലാതും കൈ കൊണ്ട് നന്നായി ഇതേപോലെ ഉടച്ചു കൊടുത്തിട്ട് നന്നായി അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാട്ടോ. പുളി എല്ലാതും നമ്മളിത് അരിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഒരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാത്രമൊക്കെ നമ്മൾ നന്നായി ചൂടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നല്ല വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കറി ഈ പുളിഞ്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാതും നന്നായി ചൂടായി വരട്ടെ. ചൂടായിട്ടുണ്ട് കേട്ടോ. ആ ചൂടായിലേക്ക് നമുക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയ്ക്കും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു വറ്റൽമുളകും വേപ്പിൻ്റെലയും ഇട്ട് കൊടുക്കാം. അതെല്ലാതും മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാൽ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയിലൊപ്പം തന്നെ നമ്മൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഒന്ന് വാടിയാൽ മതി, അല്ലാണ്ട് മുരിഞ്ഞൊന്നും വരണ്ട. ഒന്ന് വാടണ വരെ നമുക്ക് അവിച്ച് കൊടുക്കാം. വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നല്ലപോലെ തിളച്ച് ഇത് കുറുകിയെല്ലാതും വരണം. നമ്മുടെ അതായത് പുളിഞ്ചി എന്തായെന്നൊക്കെ ഒന്ന് നോക്കാട്ടാ. അപ്പോൾ അതായത് നല്ല പോലെ അതായത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് പാകം കറക്റ്റ് അത് ഇതായുള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഒരു കൈയിൻ്റെ ഇത്ര അളവിലുള്ള ഉപ്പാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എന്നിട്ട് പോരായി വരാണെങ്കിൽ മാത്രമേ നമ്മൾ രണ്ടാമതും ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇഞ്ചമ്പുളിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് മധുരം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 4 കട്ട ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ കൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 4 വലിയ കട്ടകൾ ഇതേപോലെ കട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി നമുക്കൊന്ന് വെറുതെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. ഇനി നല്ല പോലെ കുറുകി വരട്ടെ. ആ പുളിഞ്ചെല്ലാതും നല്ല പോലെ തിളച്ചിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഉപ്പും മധുരമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കാം. എരിവൊക്കെ ഉണ്ടോ നോക്കാം. എരിവൊക്കെ ഇല്ലെങ്കിൽ ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ മധുരം കുറവാണെങ്കിൽ ശർക്കര നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇതിന് അത്യാവശ്യം നല്ല എരിവ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ എരിവിൻ്റെ ഒപ്പം തന്നെ മധുരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ പാകമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അതായത് കുറച്ചല്ല, ഒരു നുള്ള് കായപ്പൊടിയും അത് നമുക്ക് ചിലർ ഇടില്ല, ചിലർ ഇടും. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ള്, നമുക്ക് അധികം കണ്ട ഇത്ര നമ്മുടെ ഒരു പൊട്ടിനാണ് ഇട്ടുള്ളൂ. അത്രേ കായപ്പൊടി ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് നന്നായി ഇനി കുറുകി വരട്ടെ. അതെ, നമ്മുടെ പുളിഞ്ചിയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കുറച്ചും കൂടി നമുക്ക് ഇതിലത്തെ ഈ പതമൊക്കെ വറ്റാണ്ട് ഈ പതയൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പാകാവും കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് കൂർക്കണം. ഇത് ഇപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടി കട്ടയിലായതിനു ശേഷം വേണം നമുക്ക് ഇത് തീയൊക്കെ ഓഫാക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലിരുന്നിട്ട് വെന്തോളും. നമ്മുടെ പുളിഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ ഒരു മെഴുക്കിൻ്റെ ഇതുണ്ടാവും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത് കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് കുപ്പിയിൽ പകർത്തേണ്ടത് കേട്ടോ.